തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് വീട് വിട്ടിറങ്ങിയ പെൺകുട്ടിയുമായി പോലീസ് സംഘം തിരുവനന്തപുരത്തെത്തി. അഖിൽഷാ അൻസാർ നമ്മോടൊപ്പം ചേർന്നു. അഖിൽഷാ, കേരളക്കരയെ 36 മണിക്കൂർ തീർത്തിച്ച മണിക്കൂറായിരുന്നു. അതിനൊടുവിൽ 13-കാരി വിശാഖപട്ടണത്ത് കണ്ടെത്തുന്നു. ആ കുട്ടി ഇപ്പോൾ കേരളത്തിന്റെ സുരക്ഷിത കരങ്ങളിലേക്ക് തിരിച്ചെത്തുന്നു. ഒരു കുട്ടി സുരക്ഷിതമായി എത്തുന്നു എന്ന സന്തോഷത്തിനപ്പുറം ഇതിൽ ഏറെ നിർണായകമായ ഇടപെടൽ നടത്താൻ നമുക്കായി എന്ന ചാരിതാർത്ഥ്യം കൂടിയുണ്ട്. ഇനി എന്തായിരിക്കും തുടർ നടപടികൾ? CWCയുടെ സംരക്ഷണയിലായിരിക്കുമോ ഇന്ന് 13-കാരി? വിവരങ്ങൾ. സുഹൈൽ, നമുക്കറിയുന്നത് പോലെ തന്നെ വലിയ പരിശ്രമങ്ങൾക്കൊടുവിലാണ് ഈ 13 വയസ്സുകാരിയെ നമ്മൾ വളരെ ഈ മാധ്യമങ്ങളുടെ അടക്കം വലിയ ഇടപെടലുകളിലൂടെ ഇത്തരത്തിലൊരു സംഭവം അത് ഈ പെൺകുട്ടിയെ കണ്ടെത്തുന്ന രീതിയിലേക്ക് വന്നത്. അതിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ പരിശ്രമങ്ങൾ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും അടക്കം ഉണ്ടായിരുന്നു. നമുക്കറിയുന്നത് പോലെ തന്നെ വിശാഖപട്ടണത്ത് വെച്ചാണ് ഈ 13 വയസ്സുകാരിയെ, കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ ആസാം സ്വദേശിയായ 13 വയസ്സുകാരിയെ ഒരു സംഘം, നമ്മുടെ 24-ന്റെ തന്നെ ഇടപെടൽ, അലക്സറ മുഹമ്മദിന്റെ ഇടപെടലിനെ തുടർന്ന് മലയാള സമാജത്തിലെ ചില പ്രവർത്തകർ കണ്ടെത്തുന്നത്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ പോലീസ്, കേരളത്തിൽ നിന്നുള്ളൊരു വലിയ പോലീസ്, ഒരു 4-5 അംഗ പോലീസ് സംഘം അങ്ങോട്ടേക്ക് പോകുന്നതും ഈ കുട്ടിയെ തിരിച്ചു കൊണ്ടുവരാനായി ഇന്നലെ രാത്രിയോടുകൂടി അവിടെ എത്തുകയും ചെയ്യുന്നത്. എന്തായാലും പോലീസിന്റെ അടക്കം വലിയൊരു കഠിന പ്രയത്നം, അതുപോലെ തന്നെ മാധ്യമങ്ങളുടെ കഠിന പ്രയത്നം, ഒപ്പം ഈ പറയുന്ന നമ്മുടെ റിപ്പോർട്ടർ അലക്സറ മുഹമ്മദിന്റെ അടക്കം വലിയ കഠിന പ്രയത്നത്തിന് ഒടുവിലാണ് ഇത്തരത്തിൽ കുട്ടിയെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ എത്തിയത്. എന്തായാലും നമുക്കിപ്പോൾ കാണാം, ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ ബോഗിയിലാണ് പെൺകുട്ടിയുള്ളത്. 13 വയസ്സുകാരിയായ പെൺകുട്ടി ഈ ബോഗിയിലാണുള്ളത്. അവൾ ഉടൻ തന്നെ പുറത്തിറങ്ങും. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടതുപോലെ തന്നെ പുത്തൻ ഉടുപ്പണിഞ്ഞ വളരെ സന്തോഷത്തോടു കൂടി വളരെ തെളിഞ്ഞ മുഖവുമായാണ് അവൾ തിരുവനന്തപുരത്തേക്ക് തിരിച്ചെത്തുന്നത്. എന്തായാലും ഇവിടെ എത്തിയതിനു ശേഷം CWC ആയിരിക്കും ഈ പെൺകുട്ടിയെ ഏറ്റുവാങ്ങുക. അവളെ ഇന്ന് തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയുടെ കാര്യാലയത്തിലായിരിക്കും ഇന്ന് അവൾക്ക് വിശ്രമം. അതിന് പിന്നാലെ നാളെ 1 മണിക്ക് CWCയുടെ ഒരു പ്രത്യേക സിറ്റിംഗ് ഉണ്ട്. ആ സിറ്റിംഗിൽ കുട്ടിയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തും. ഒപ്പം ഈ പറയുന്ന മാതാപിതാക്കളെ അടക്കം, അതായത് ആസാം സ്വദേശികളായ മാതാപിതാക്കളെ അടക്കം വിളിച്ചു വരുത്തുമെന്ന് CWC വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും മാതാപിതാക്കളെ അടക്കം വിളിച്ചു വരുത്തി അവരുടെയും വിശദമായ മൊഴി രേഖപ്പെടുത്തുമെന്ന് നിലവിൽ CWC ചെയർപേഴ്സൺ അടക്കം അറിയിക്കുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ കുട്ടി ഈ ട്രെയിനിൽ നിന്ന് പുറത്തേക്കിറങ്ങും. പോലീസ് ഉദ്യോഗസ്ഥർ, കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഈ ട്രെയിനിൽ ഉണ്ട്. അവരായിരിക്കും ഈ കുട്ടിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. അതിന് പിന്നാലെ നിലവിൽ ഈ കഴക്കൂട്ടം ACP നിയാസ് അടക്കമുള്ള ആളുകൾ ഈ കുട്ടിയെ സ്വീകരിക്കാനെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ CWC ചെയർപേഴ്സൺ ഷാനിബ ബീഗം ഈ കുട്ടിയെ സ്വീകരിക്കാനായി എത്തിയിട്ടുണ്ട്. എന്തായാലും അവരുടെ നേതൃത്വത്തിലാകും ഈ കുട്ടിയെ ഈ തിരുവനന്തപുരത്തെ ശിശുക്ഷേമ സമിതിയിലേക്ക് കൊണ്ടുപോവുക. ഇന്ന് അവിടെ വിശ്രമം. ഇന്ന് മറ്റൊരു നടപടികളും ഇല്ല എന്നുള്ളതാണ് പോലീസ് ഈ ഘട്ടത്തിൽ നമ്മളെ അറിയിക്കുന്നത്. അതുപോലെ തന്നെ CWCയും അറിയിക്കുന്നത് ഒരു തരത്തിലുള്ള നടപടിയും ഇന്നുണ്ടാകില്ല. കുട്ടിക്ക് പൂർണ്ണമായ വിശ്രമം ഇന്ന് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ വിശ്രമിപ്പിക്കുക, കുട്ടിക്ക് വിശ്രമം നൽകുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാന ലക്ഷ്യം. നാളെ ഉച്ചയോടുകൂടിയാണ് പ്രത്യേക സിറ്റിംഗ് CWC ഒരുക്കിയിട്ടുള്ള. അതിൽ കുട്ടിയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തും. അതുപോലെ തന്നെ ഈ അന്വേഷണ സംഘം ഇവിടെ നിന്ന് കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകാൻ പോയ പോലീസ് ഉദ്യോഗസ്ഥർ അത്തരത്തിൽ പോലീസിന്റെ അടക്കം വിശദമായ ഒരു അഭിപ്രായം അല്ലെങ്കിൽ മൊഴി ഇതുമായി ബന്ധപ്പെട്ട് CWC കുട്ടിയെ കാണാനുള്ള അവസരം മാതാപിതാക്കൾക്കുണ്ടോ ഈ ഘട്ടത്തിൽ? നമ്മളോട് വ്യക്തമാക്കി. പ്രവിത, ഒന്നുകൂടി ആവർത്തിക്കാവോ? കുട്ടിയെ കാണാൻ മാതാപിതാക്കൾ അവിടെ എത്തിയിട്ടുണ്ടോ? കുട്ടിയെ അങ്ങനെ കാണാനുള്ള ഒരു അവസരമുണ്ടോ മാതാപിതാക്കൾക്ക്? നിലവിൽ ഈ മാതാപിതാക്കൾക്ക് കുട്ടിയെ കാണാനുള്ള ഒരു അവസരമില്ല എന്നുള്ളതാണ് ഈ പറയുന്ന ഇതുമായി ബന്ധപ്പെട്ട് CWCയും പോലീസും അടക്കം പറയുന്നത്. അതിൽ ഈ പറയുന്ന നിയമപരമായ ചില പ്രശ്നങ്ങളുണ്ട്. നാളെ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തും. ഒപ്പം നാളെ മാതാപിതാക്കളെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട് പ്രവിത. അത്തരത്തിൽ മാതാപിതാക്കളുടെയും മൊഴി രേഖപ്പെടുത്തിയ ശേഷമാകും ഇത്തരത്തിൽ ഏത് തരത്തിൽ മാതാപിതാക്കളുടെ കൂടെ കുട്ടിയെ അയക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടെ തീരുമാനമെടുക്കുക എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ഇവരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മാതാപിതാക്കൾ നിലവിൽ ഈ കുട്ടിയെ സ്വീകരിക്കാൻ കഴിയില്ല
എന്നുള്ളൊരു കാര്യമാണ് നിലവിൽ CWC അടക്കം പറയുന്നത്. നാളെ ഈ സിറ്റിങ്ങിന് ശേഷം കുട്ടിയോട് തന്നെ ചോദിക്കും, കുട്ടിയോട് തന്നെ ആവശ്യപ്പെടും മാതാപിതാക്കളോടൊപ്പം ആണോ പോകേണ്ടത്, അല്ലെങ്കിൽ ആസാമിലേക്ക് പോകണോ തുടങ്ങിയ വിശദമായ അമ്മ ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടോ, അമ്മയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മോശമായ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നാളെ ആയിരിക്കും ചോദിക്കുക. അതിനെ തുടർന്ന് അല്ലെങ്കിൽ അതിനുശേഷമാകും ഇത്തരത്തിൽ കഴക്കൂട്ടത്തെ വീട്ടിലേക്ക്, കഴക്കൂട്ടത്ത് താമസിക്കുന്ന മാതാപിതാക്കൾക്കൊപ്പം ഈ കുട്ടിയെ വിടണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സംരക്ഷണ കുട്ടിക്ക് നൽകണമോ പഠിക്കണം തുടരുക. എന്തായാലും കേരളം കാത്തിരുന്ന ഒരു നിമിഷമാണ് ഇത്. ഏറെ ഉദ്വേഗങ്ങൾക്കൊടുവിൽ 2 പകലും 2 രാത്രിയും നീണ്ട തിരച്ചിലിനൊടുവിൽ നമ്മുടെ കൺമുന്നിലേക്ക് എത്തിയതാണ് തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെട്ടു പോയ അല്ലെങ്കിൽ വീട് വിട്ടുപോയ ഈ അസം സ്വദേശിയായ പെൺകുട്ടി 13-കാരി ഇപ്പോൾ തിരികെ തിരുവനന്തപുരത്തേക്ക് എത്തുന്നു. ആ മുഹൂർത്തമാണ് ഇപ്പോൾ നമുക്ക് തത്സമയം കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ 24-ന്റെ നിർണായക ഇടപെടൽ അത് നേരത്തെ CWC ചെയർപേഴ്സണും എടുത്തു പറഞ്ഞതാണ്. കുട്ടിയെ കണ്ടെത്താൻ സഹായകമായത് അലക്സ് റാം മുഹമ്മദിന്റെ ഇടപെടലായിരുന്നു, നീക്കങ്ങളായിരുന്നു. അങ്ങനെ വിശാഖപട്ടണത്തു നിന്നും മലയാളി സമാജം പ്രവർത്തകരുടെ സഹായത്തോടു കൂടിയാണ് ഈ കുട്ടിയെ കണ്ടെത്തുന്നത്. തുടർന്ന് പിന്നീട് അവിടെ RPFന്റെ സംരക്ഷണയിലും CWCയുടെ സുരക്ഷയിലും പെൺകുട്ടി കഴിയുന്നു. ഇപ്പോൾ കേരള പോലീസിന് കൈമാറിയ ശേഷം നാട്ടിലേക്ക് തിരികെ എത്തിച്ചിട്ടുണ്ട്. ഇനി നടപടിക്രമങ്ങൾ ഇവിടെയും പൂർത്തിയാക്കാൻ ബാക്കിയുണ്ട്. മാജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കണം, പിന്നീട് മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷം മാത്രമേ കുട്ടിയെ മാതാപിതാക്കൾക്കൊപ്പം വിടേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുകയാണ്. എന്തായാലും ഈ ഒരു നിമിഷം അത് ഏറെ കാത്തിരുന്നാണ് കേരളം ഒട്ടാകെ. എല്ലാ ജനങ്ങളും ഈ രീതിയിൽ ഈ പെൺകുട്ടിക്കായി ഒരുപാട് ശ്രമിച്ചിരുന്നു, സഹായിച്ചിരുന്നു പരസ്പരം. അങ്ങനെ ഒരു സഹായത്തിന്റെ ഭാഗമായിട്ടാണ് കുട്ടിയുടെ ഫോട്ടോ ആദ്യം ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരു ഫോട്ടോ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. അതുമുതൽ ഇതുവരെ ഒരുപാട് ഇടങ്ങളിൽ നിന്നും സഹായങ്ങൾ കിട്ടിയ ശേഷമാണ് ഒരു നിർണായക നീക്കത്തിലൂടെ അലക്സ് റാം മുഹമ്മദിന്റെ കൃത്യമായ ഒരു ലീഡ് കുട്ടിയിലേക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ മലയാളി സമാജം പ്രവർത്തകരും വിശാഖപട്ടണത്ത് വെച്ച് കുട്ടിയെ ട്രെയിനിൽ കണ്ടെത്തുന്നു. അതോടുകൂടിയാണ് നമ്മുടെ എല്ലാ ആശങ്കകൾക്കും അന്ന് പരിസമാപ്തിയായത്. ഇപ്പോൾ ആ ആശ്വാസം വീണ്ടും തിരികെ കുട്ടിയെ നമുക്ക് നാട്ടിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അഖിൽ ഷാ അൻസാർ തുടരുന്നുണ്ട്. അഖിൽ ഷാ, അവിടെ വലിയ ജനക്കൂട്ടമുണ്ട്, ഒരുപക്ഷെ ജനപ്രതിനിധികളും ഒപ്പം നാട്ടുകാരും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇനിയിപ്പോൾ ഇന്ന് അടുത്ത നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് അഖിൽ ഷാ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് CWCയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസോ കടക്കില്ല. കാര്യം കുട്ടിക്ക് നിലവിൽ നല്ല ക്ഷീണമുണ്ട്, അവൾക്ക് വിശ്രമത്തിന്റെ ആവശ്യമുണ്ട് എന്നുള്ളതാണ് നേരത്തെ ഷാനിബ ബീഗം അടക്കമുള്ളവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഇന്ന് ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല. കുട്ടിക്ക് വിശ്രമം വേണ്ടിവരും എന്നുള്ളതാണ് ഷാനിബ ബീഗം നമ്മളോട് നേരത്തെ പറഞ്ഞത്. നാളെ ആകും ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ നടപടിക്രമങ്ങളിലേക്ക് ഈ CWC അടക്കം കടക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നാളെ ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ഒരുക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രത്യേക സിറ്റിംഗ് ആണ്. നാളെ CWCക്ക് അവധി ദിവസമാണെങ്കിൽ പോലും ഈ കുട്ടിക്കായി ഒരു പ്രത്യേക സിറ്റിംഗ് നാളെ ഒരുക്കിയിട്ടുണ്ട്. ആ സിറ്റിംഗിൽ വിശദമായ മൊഴിയെടുക്കും, കുട്ടിയുടെ വിശദമായ മൊഴിയെടുക്കും. ഒപ്പം ഈ മൊഴിയെടുത്തതിന് ശേഷം മാതാപിതാക്കളെ അടക്കം ക്ഷണിച്ചിട്ടുണ്ട്. ഈ മാതാപിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തും. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കുട്ടി നേരിട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടെ വിശദമായൊരു മൊഴി രേഖപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ CWC ഇപ്പോൾ പറയുന്നുണ്ട്. അതിനുശേഷം ഈ പറയുന്ന കോടതിയിൽ ഉൾപ്പെടെ കുട്ടിയെ ഹാജരാക്കേണ്ടതുണ്ട്. അതിനുശേഷമാകും ഏതെങ്കിലും തരത്തിൽ ശരി, അഖിൽ ഷാ അൻസാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. തിരുവനന്തപുരത്ത് നിന്നും കാണാതായ പെൺകുട്ടിയെ വിശാഖപട്ടണത്ത് കഴിഞ്ഞ ദിവസമാണ് കണ്ടെത്തിയത്. 24-ന്റെ ഇടപെടൽ മൂലം, അലക്സ് റാം മുഹമ്മദിന്റെ ഇടപെടൽ മൂലമാണ് കുട്ടിയെ കൃത്യസമയത്ത് കണ്ടെത്താനായത്. അതിനുശേഷം കുട്ടി അവിടെ CWCയുടെ പരിചരണത്തിലായിരുന്നു. അതിനുശേഷം കേരള പോലീസ് എത്തി കുട്ടിയെ ഏറ്റെടുക്കുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം നീണ്ട യാത്രയ്ക്ക് ശേഷം ഇപ്പോൾ അവർ തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് കുട്ടിയുമായി. കുട്ടിയെ ഉടൻ തന്നെ മാതാപിതാക്കൾക്ക് വിട്ടു നൽകില്ല. CWCയുടെ സംരക്ഷണത്തിലായിരിക്കും കുട്ടി ഉണ്ടാവുക. ഇന്ന് രാത്രി ശിശുക്ഷേമ സമിതിയിലായിരിക്കും താമസിപ്പിക്കുക. നാളെ സ്പെഷ്യൽ സിറ്റിംഗ് നടത്തിയ ശേഷമാണ് കുട്ടിയെ മാതാപിതാക്കൾക്ക് വിട്ടു നൽകുന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരാതി ഉണ്ടെങ്കിൽ അതെല്ലാം കേട്ടതിന് ശേഷം അതിൽ എന്ത് പോംവഴി കണ്ടെത്താനാകും എന്നതുകൂടി പരിഗണിച്ചായിരിക്കും കുട്ടിയെ വിട്ടു നൽകുക. ഒപ്പം തന്നെ മാതാപിതാക്കളെയും ഈ ഘട്ടത്തിൽ വിളിച്ചു വരുത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ആ മാതാപിതാക്കളോടും സംസാരിക്കും. ഇതിനുശേഷമാകും കുട്ടിയെ വിട്ടു നൽകുക. കുട്ടിക്ക് അസമിലേക്ക് തിരികെ പോകണം, മുത്തച്ഛനോടും മുത്തശ്ശിയോടും ഒപ്പം കഴിയണം എന്നൊക്കെയാണ് കുട്ടി കഴിഞ്ഞ ദിവസം അറിയിച്ചത്. ഈ ഒരു
സാഹചര്യത്തിൽ കൂടി കേരളത്തിൽ തുടരാൻ താല്പര്യമില്ല എന്ന് കുട്ടി നേരത്തെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് കുട്ടിയെ ഇനി തിരികെ അസമിലേക്ക് വിടുമോ, എന്ത് കാര്യത്തിൽ ഈ കാര്യത്തിലേക്ക് എന്ത് തീരുമാനമാകും ഉണ്ടാവുക എന്നുള്ളതൊക്കെ നാളെ കുട്ടിയെ ശിശുക്ഷേമ സമിതിയിൽ താമസിപ്പിച്ചതിന് ശേഷം നാളെ സ്പെഷ്യൽ സിറ്റിംഗ് നടത്തിയതിന് ശേഷമാകും തീരുമാനമാവുക. അപ്പോൾ CWCയുടെ സംരക്ഷണത്തിലായിരിക്കും കുട്ടി ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. യെസ്, എന്തായാലും അല്പസമയം മുൻപ് CWC ചെയർപേഴ്സൺ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അതിൽ 24-ന്റെയും അലക്സ് റാം മുഹമ്മദിന്റെയും പങ്ക് കുട്ടിയെ തിരികെ എത്തിക്കുന്നതിലും കണ്ടെത്തുന്നതിലും ആ പങ്കിനെ കുറിച്ച് കൃത്യമായി സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. ആ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി. കുട്ടിയെ ഇപ്പോൾ ഈ രാത്രിക്ക് ഒരു രാത്രി അവളെ റെസ്റ്റ് എടുക്കണം. അപ്പോൾ കുട്ടിക്ക് സുരക്ഷിതമായി ഒന്ന് ഉറങ്ങണം. അപ്പോൾ അതുകൊണ്ട് കുട്ടിയെ ഇന്നത്തെ രാത്രി ഇവിടെ ഞങ്ങൾ ശിശുക്ഷേമ സമിതിയിലേക്ക് പ്ലേസ് ചെയ്യുന്നു. ഈ കുട്ടിക്ക് വേണ്ടി മാത്രം നമ്മൾ സ്പെഷ്യൽ സിറ്റിംഗ് വെക്കുന്നു. എന്നിട്ട് അവളെ നന്നായി നമ്മൾ കേൾക്കുന്നു. അവൾക്ക് എന്താണ് ആവശ്യമെന്നും എന്തുകൊണ്ട് പോയി എന്നും എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണമെന്നും CWCക്ക് അറിയേണ്ട അവകാശമുണ്ട്. അത് അറിഞ്ഞിട്ട് മാത്രം കുട്ടിയെ എന്ത് ചെയ്യണം എന്ന് പിന്നീട് തീരുമാനിക്കുള്ളൂ. പോലീസ് ഓഫീസേഴ്സിന് നമ്മുടെ പോലീസൊക്കെ എടുക്കുന്ന ഒരു സ്ട്രെയിൻ ഉണ്ട്. നമ്മുടെ ഇവിടെ കഴക്കൂട്ടം ACP ശ്രീ നിയാസ് എടുത്ത ഒരു ഇതുണ്ട്. പിന്നെ മാധ്യമങ്ങൾ, എനിക്ക് തോന്നുന്നു 24-ൽ നമ്മുടെ അലക്സ് കൂടെ പോയിട്ട് എടുത്ത ഒരു കാര്യമുണ്ട്. അതിനു വേണ്ടിയിട്ട് നന്ദി പറയുകയാണ്. അതെ, ഷാനിബ ബീഗമാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഈ പെൺകുട്ടി കൊണ്ട് ഈ സംഘം കേരള എക്സ്പ്രസിലാണ് എത്തിയത്. അല്പസമയം മുൻപാണ് അവർ തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി അഖിൽ ഷാൻ സാർ ചേരുന്നുണ്ട്. അഖിൽ ഷാൻ സാർ, കുട്ടിയുടെ മുഖം നമുക്ക് ഈ ഘട്ടത്തിൽ പ്രേക്ഷകരെ കാണിക്കാൻ സാധിക്കില്ല. അതിന് നിയമപരമായ തടസ്സങ്ങളുണ്ട് എന്ന് പ്രേക്ഷകർക്കും അറിയാവുന്നതാണ്. എങ്കിലും അഖിൽ ഷാ അവിടെ നേരിട്ട് കുട്ടിയെ കണ്ടതാണ്. അപ്പോൾ ഹാപ്പിയാണോ ആള്? എന്താണ്, എന്തെങ്കിലും പറയാൻ ശ്രമിക്കുകയോ മറ്റോ ചെയ്തോ? പ്രജിൻ, നമുക്കറിയുന്നത് പോലെ തന്നെ കുട്ടിയെ സന്തോഷം. യെസ്, അഖിൽ ഷാൻ സാറിലേക്ക് എത്താം. ഇപ്പോൾ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. CWC കുട്ടിയെ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് പാർപ്പിക്കുക CWCയുടെ ഓഫീസിലായിരിക്കും, അല്ലെങ്കിൽ അവരുടെ സംരക്ഷണയിലായിരിക്കും എന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നാളെയായിരിക്കും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് അടക്കം മാജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കേണ്ടതുണ്ട്. പിന്നീട് കുട്ടിയോട് വിശദമായി മൊഴി ചോദിച്ച് മനസ്സിലാക്കിയ ശേഷമായിരിക്കും കുട്ടിക്ക് താല്പര്യം എന്താണ് എന്ന് അറിയുക. അഖിൽ ഷാൻ സാർ തുടരുന്നുണ്ട്. അഖിൽ ഷാ, തുടരാം. പ്രജിൻ, നമ്മൾ പറഞ്ഞതുപോലെ നേരത്തെ തന്നെ നമ്മൾ കുട്ടികളെ കണ്ടിരുന്നു. ഇവിടെയുള്ള മാധ്യമപ്രവർത്തകരൊക്കെ ഈ കുട്ടിയെ കണ്ടിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അവൾ വളരെ സന്തോഷത്തിലാണ്. കാര്യം അവളുടെ മുഖത്തൊരു തെളിച്ചം നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇത്ര ദൂരം യാത്ര ചെയ്തതുകൊണ്ട് അതിന്റെ ഒരു ക്ഷീണവും ആ മുഖത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഒരു വിശ്രമത്തിന്റെ സമയമാണ് കുട്ടിക്ക്. എന്തായാലും അതിനുശേഷമാണ് നാളെ അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കുക. അപ്പൊ ഏറ്റവും പ്രധാനമായിട്ട് ഈ ഘട്ടത്തിൽ പറയാനുള്ള ഒരു കാര്യം, അല്പസമയം മുമ്പ് ഷാനിബ ബീഗം നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, അവർ കുട്ടിയെ വിളിച്ച് സംസാരിച്ചപ്പോൾ കുട്ടി പ്രധാനമായും പറഞ്ഞത് ഇത്തരത്തിൽ ഇത് കേരളത്തിൽ തുടരാൻ ഒരു താല്പര്യക്കുറവുണ്ട്, അല്ലെങ്കിൽ അച്ഛന്റെയോ അമ്മയുടെയോ കൂടെ പോകാൻ ഒരു താല്പര്യക്കുറവുണ്ട്. പകരം മുത്തശ്ശന്റെയോ മുത്തശ്ശിയെടുത്തും പോകണം എന്നുള്ളൊരു താല്പര്യമാണ് കുട്ടി അറിയിച്ചത് എന്നുള്ളതാണ് ഷാനിബ ബീഗം നമ്മളെ കണ്ടപ്പോൾ പറഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വളരെ വളരെ ആത്മവിശ്വാസം, അല്ലെങ്കിൽ വളരെ അഭിമാനത്തോടുകൂടി നിലവിൽ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ACP നിയാസ് അടക്കമുള്ള ആളുകൾ നിലവിൽ ഇവിടെ ഉണ്ട്. അവരൊക്കെ വളരെ വളരെ അഭിമാനത്തോടു കൂടിയാണ് നിലവിൽ നിൽക്കുന്നത്. യെസ്, അഖിൽ ഷാ അൻസാറാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കുട്ടി ഇപ്പോൾ CWCയുടെ സംരക്ഷണയിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ അഡ്വക്കേറ്റ് ഷാനിബ ബീഗം ഉണ്ട്, ഒപ്പം മറ്റ് CWC പ്രവർത്തകരുണ്ട്, പോലീസുണ്ട്. അങ്ങനെ ഒരു വലിയ സന്നാഹം തന്നെ അവിടെ ഉണ്ട്.